ജി.കെ. ചെസ്റ്റർട്ടൺ എഴുതിയിട്ടുള്ള മനോഹരമായ കവിത. ഇന്നത്തെ ആദ്യത്തെ വായനയെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ കവിത എഴുതിയത്. ഇതൊരു ഭാവനയാണ് കേട്ടോ. വിജയശ്രീ ലാളിതനായി കഴുതപ്പുറത്ത് ജെറൂസലേമിലേക്ക് പ്രവേശിച്ച കർത്താവല്ല സന്തോഷിച്ചത്, കഴുതയാണ്. കഴുത ചിന്തിക്കാൻ തുടങ്ങി, ദൈവമേ, ഇന്നെങ്കിലും എൻ്റെ ഐഡൻറ്റിറ്റി അംഗീകരിച്ചല്ലോ. ജനത്തിൻ്റെ ആവേശം കണ്ടില്ലേ? എന്നെ കണ്ടിട്ട് ജനം ഇളകി വശാകുന്നു, ഒലിവില വീശുന്നു, ഓശാന പാടുന്നു, ഉടുതുണി വിരിച്ചിടുന്നു. എന്നെ കണ്ടിട്ടാണ് ജനം ഇങ്ങനെ ആവേശം കൊള്ളുന്നത്. അതുകൊണ്ട് തന്നെ പൂർവാധികം സന്തോഷത്തോടെ തുള്ളിച്ചാടിയാണ് കഴുത മുന്നോട്ട് പോകുന്നത്. ജെറൂസലേമിലെത്തി. അതിനുശേഷം രാത്രി കിടന്നുറങ്ങിയിട്ടും ഈ ഓർമ്മകൾ ഓളം തല്ലുകയാണ്. അതിരാവിലെ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് ഒന്നുകൂടി ഈ ഒലിവില പാടിയ ഓശാനഗീതി കേൾക്കണം. രാവിലെ എഴുന്നേറ്റു. എന്നിട്ട് തെരുവീതിയിലേക്ക് വന്നപ്പോൾ എല്ലാം മ്ലാനമാണ്, ശോകമാണ്, മൂകമാണ്. ഒലിവില വീശാൻ ആരുമില്ല, ഓശാന പാടാൻ ആരുമില്ല, ഉടുതിന് വിരിച്ചിടാൻ ആരുമില്ല. കഴുതി ചിന്തിക്കാൻ തുടങ്ങി, എന്തു പറ്റി ഈ ജനത്തിന്? എവിടെ പോയി ഒളിച്ചു ഈ ആവേശം? അങ്ങനെ ഇടത്തും വലത്തും നോക്കിയപ്പോൾ കണ്ടത് തൂവെള്ള വസ്ത്രമാണ് കണ്ടത്. വാസ്തവത്തിൽ കഴുതയുടെ യജമാനൻ അലക്കി വെളുപ്പിച്ചിട്ട തുണിയാണ്. പഴയ ഓർമ്മ വെച്ച് ചെളിപുരണ്ട കാലും ചവിട്ടി ചാടി മുന്നോട്ട് പോയി. അധികം മുന്നോട്ട് വന്നില്ല. ചാട്ടവാറടിയേറ്റ് കഴുത കുഴഞ്ഞു വീണു. അപ്പോഴാണൊരു വീണ്ടും വിചാരം ഉണ്ടായത്. ഇന്നലെ എന്നെ കണ്ടിട്ടല്ല ജനം ആവേശം കൊണ്ടത്, കാരണം എൻ്റെ മുകളിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഇന്ന് ഞാനോ കർത്താവില്ലാത്ത കഴുത. കവിത തീർന്നു, കാര്യം ബാക്കി. ജി.കെ. ചെസ്റ്റർട്ടൻ്റെ മനോഹരമായ കവിതയാണ് ഞാൻ പങ്കുവച്ചത്. ഡോങ്കി വിത്തൗട്ട് ക്രൈസ്റ്റ്. ആം ഐ എ ഡോങ്കി വിത്തൗട്ട് ക്രൈസ്റ്റ് ഓർ വിത്ത് ക്രൈസ്റ്റ്? നിരീശ്വരവാദിയായ നീഷ പറഞ്ഞു, there was only one Christian but he was crucified on the cross. ഗാന്ധി പറഞ്ഞു, I love Christ but I hate Christians because Christians are not Christophers.